അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ചെയ്യുകയാണിന്ന്. അപ്പോൾ ആണെങ്കിൽ ഞങ്ങളെ ഹോസ്റ്റൽ അട്ടപ്പള്ളത്താണ്. അപ്പോൾ അട്ടപ്പള്ളത്തെ ശനിയാഴ്ച ചന്തയാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത്. ഇതാണ് ചന്തയിലെ തിരക്കാണ്. ഇപ്പോൾ ഒരു സമയം 6:30 ആയിട്ടുണ്ടാവും. ഞങ്ങൾ ജസ്റ്റ് പ്രിന്റ് എടുക്കാൻ വന്നതാണ്. പക്ഷെ ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് എല്ലാ വീക്കെൻഡും സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഞങ്ങൾ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. രാത്രി ഒരു 8:30-9 മണി ആ ഒരു സമയത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സാധനങ്ങളൊക്കെ തീരാൻ പോകുന്ന സമയമായിരിക്കുമല്ലോ. അപ്പോൾ കുറേ അധികം ഡിസ്കൗണ്ട് ഉണ്ടാകുമെന്ന് ഞങ്ങളെ ഫ്രണ്ട്സ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഒരു ടൈമിൽ ഇറങ്ങിയത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ ഭയങ്കര റേറ്റ് കുറച്ച് കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ തന്നെയാണ് കുറേയൊക്കെ. പക്ഷെ എങ്കിലും നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്ന ആ ഒരു വില തന്നെയായിരിക്കും. വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ സാധനങ്ങൾ നമുക്ക് കുറേയധികം സാധനങ്ങൾ ഉണ്ടാകും. എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ എന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് കിട്ടും. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന എല്ലാം വണ്ടിയാണ്. അവിടുത്തെ അത് ആ ഒരു ലെഫ്റ്റ് സൈഡിലൊരു വൈറ്റ് കളർ കാണുന്നില്ലേ, അവിടെയാണ് ചന്ത വരുന്നത്. അവിടെ നിന്ന് ഇവിടെ വരെയുള്ള വണ്ടികളുടെ തിരക്കാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നേ ഉള്ളൂ നടന്ന്. ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട്. ഹോസ്റ്റലിലെ കുറേ കുട്ടികൾ വീട്ടിൽ പോയിക്കണം. അപ്പം ഞങ്ങൾക്കാണ് ഇന്നത്തെ ഡ്യൂട്ടി ഈ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള. അപ്പം ലിസ്റ്റൊക്കെ ആയിട്ട് ഞങ്ങൾ പോവാണ്. അതാ ആ കാണുന്നുണ്ടോ, ഞാൻ അത് സൂം ചെയ്ത് കാണിച്ചു തരാവേ. വെയിറ്റ്, ഒരു വണ്ടി വന്നു സൈഡ് കൊടുത്തോട്ടെ. ഇതാ അതാണ് ചന്ത. അങ്ങനെ ഞങ്ങൾ ചന്തയിലെത്തി. ശരിക്കും നമ്മൾ മാത്രമല്ല, കുറേ അധികം ബംഗാളികളും ഇവിടുന്നാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ തമിഴ്ക്കാരും ഉണ്ട്. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ചന്തയിലെ തിരക്കാണ് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ സൈഡിലൊക്കെ ആയിട്ടാണ് വിൽക്കുന്നത് പച്ചക്കറികൾ. ഈ ചന്ത വരുന്നത് അട്ടപ്പള്ളത്തെ മത്സ്യ മാർക്കറ്റിന്റെ അടുത്തായിട്ടാണ്. അതായത് മറ്റേ സർവേ ഓഫീസ് ഒക്കെ ഉണ്ടല്ലോ, പോസ്റ്റ് ഓഫീസ്, ആ ഒരു ബിൽഡിങ്ങിലാണ് വരുന്നത്. ഇങ്ങനെയാണ് രാത്രി കഴിഞ്ഞാൽ നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ട് ഇവരിങ്ങനെ ഒരു സൈഡിലൊക്കെ വന്നാണ് എന്ത് ചെയ്യുന്നത്, കച്ചവടം ചെയ്യുന്നത്. പകല് ഇവർ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും വരും ഈ ആൾക്കാർ. ഞങ്ങൾ കോളേജിലൊക്കെ പോകുമ്പോൾ കാണാം വന്ന് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതും അവിടെ വെക്കുന്നതും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. എല്ലാം ഉണ്ട്, പലചരക്കുകളും അതുപോലെ തന്നെ പച്ചക്കറികളും ഗ്രോസറീസും പിന്നെ ഫ്രൂട്ട്സ്, ഡ്രസ്സുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിലൊക്കെ കിഴങ്ങ് സവോളയൊക്കെയാണ്. ഇവർക്കൊരു പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റിന് 20 രൂപ. അങ്ങനെയാണ് കുറേയധികം സാധനങ്ങൾ വിൽക്കുന്നത്. പിന്നെ നമ്മളൊരു ലേറ്റ് നൈറ്റ് ഒക്കെ ആകുമ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സവോളയൊക്കെ 5 കിലോ 100, 4 കിലോ 100, അങ്ങനെ പല റേറ്റിൽ നമുക്ക് കിട്ടും. ഞങ്ങൾ ആദ്യം ഫുള്ളൊന്ന് റൗണ്ട് അടിക്കും, എവിടെയൊക്കെയാണ് ഡിസ്കൗണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ടാണ് ഞങ്ങൾ സാധനങ്ങൾ മേടിക്കുന്നത്. കണ്ടില്ലേ, ഒരുപാട് ഫാമിലീസ് വന്നിങ്ങനെ മേടിക്കുന്നുണ്ട്. പിന്നെ ചിലർക്കൊന്നും ഗൂഗിൾ പേ കാണത്തില്ല. പക്ഷേ ആണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ അവരത് മറ്റൊരാളോട് സംസാരിച്ചോ അങ്ങനെ കൺവിൻസ് ചെയ്തിട്ട് ഗൂഗിൾ പേ ഒക്കെ നമുക്ക് സെറ്റാക്കി തരും. പക്ഷെ ഞങ്ങൾക്ക് ഗൂഗിൾ പേ തന്നെയാണ് അധികം ഉണ്ടാവാറുള്ളത്. മറ്റേ പയർ ഐറ്റംസ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസും ഇവിടെ ഉണ്ടാവാറുണ്ട്. കറിവേപ്പില, പുതിനയില, മല്ലിയില, അത് നമുക്ക് വെറും 10 രൂപയ്ക്ക് കിട്ടും. അതെല്ലാം തന്നെയുണ്ട്. പിന്നെ പച്ചക്കറികളൊക്കെ സത്യം പറയാമല്ലോ നല്ല ഫ്രഷ് പച്ചക്കറികളാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ്. ഇപ്പം ഹോസ്റ്റലിൽ വന്നിട്ട് ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 7-8 മാസമായി. ഇത്രയും നാളും ഇവിടുന്ന് തന്നെയാണ് വീക്കെൻഡിൽ ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഞങ്ങൾ ഡെയിലി പരിപ്പൊക്കെ മേടിക്കുന്ന അണ്ണനായിരുന്നു അത്. പിന്നെ ആ കടയിലും അതുപോലെ തന്നെ കുറേയധികം സാധനങ്ങൾ കിട്ടാറുണ്ട്. മറ്റേ പൊടി ഐറ്റംസ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇതാ പലഹാരങ്ങൾക്കും നല്ല വിലക്കുറവാണ്. പിന്നെ ഫ്രൂട്ട്സ്, ഇതാണ് ഫ്രൂട്ട്സ്, കണ്ടില്ലേ. ഇപ്പം തന്നെ നല്ല തിരക്കുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞ് വരുമ്പം ഇതിലും തിരക്കായിരിക്കും. അതൊരു ചെറിയ ലേഡീസ് ഷോപ്പ് പോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ ചേട്ടൻ അവിടെ നിന്ന് വിൽക്കുന്നത്. ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു വിദൂര ദൃശ്യം എന്ന് പറയാൻ പാടില്ല. ഇവിടെയാണ് മാർക്കറ്റ് ശരിക്കും. കണ്ടില്ലേ, ആ സൈഡിലൊരു ബജിക്കടയുണ്ട് ഒരു ചേച്ചിയുടെ. അവിടെ നല്ല വാഴക്ക ബജി കിട്ടും. എനിക്ക് അവിടുത്തെ വാഴക്ക ബജിയാണ് ഏറ്റവും ഇഷ്ടം. ഓൾമോസ്റ്റ് ഇപ്പം ഞങ്ങൾ കുറച്ച് പച്ചക്കറിയെല്ലാം മേടിച്ചു. പിന്നെ ആണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് പൊടി ഐറ്റംസ് മേടിക്കാനുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഷോപ്പിലേക്ക് വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റ് കോംപ്ലക്സ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞ ബജിക്കട. നല്ല വാഴയ്ക്ക ബജി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ കടയാണിത്. 8 രൂപയുള്ളൂ ബജിക്ക്. അങ്ങനെ ഈ ചേട്ടനെല്ലാം പെറുക്കി വെക്കാൻ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. പിന്നെ ഏറ്റവും പറയേണ്ട ഒന്നാണ് ഈ ഒരു പലഹാരക്കട. ഒന്നും പറയണ്ട, ഞങ്ങൾ എപ്പോഴും എന്തെങ്കിലും മേടിക്കും. ഈ ഒരു അണ്ണന്മാരുടെ കടയാണ് ഗൈസ്. അപ്പം എല്ലാ പാക്കറ്റും, ഈ കാണുന്ന എല്ലാ പാക്കറ്റിനും 20 രൂപയാണ്. വെറും 20 രൂപ. എല്ലാ പാക്കറ്റിനും 20 രൂപ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. ഞങ്ങളെല്ലാം ഇതിൻ്റെ ഫാനാണ്. പിന്നെ ഇതുപോലെ നമുക്ക് തൂക്കി വാങ്ങിക്കാനും പറ്റും കുറേയധികം സാധനങ്ങൾ. അപ്പോൾ ഇതാണ് ഞങ്ങളെ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി റൂമിലേക്ക് പോവുകയാണ്. ഇനിയിപ്പം ഒരാഴ്ച നിൽക്കുമെന്ന് വിചാരിക്കുന്നു സാധനങ്ങൾ. ബാക്കി തീർന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച വരാം. വൺ മോർ തിങ് ഗൈസ്, എൻ്റെ വോയിസ് ഓവറിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ജസ്റ്റ് അത് ക്ഷമിച്ചേക്കുക. കാരണം ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.